സാധാരണ ക്യാമറ അല്ല, ഒരു AI ക്യാമറയാണ്. നമ്മൾ സിനിമയിലെ പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഒന്ന് ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അപ്പം നമ്മൾ ഈ അപകടമൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ഇതിനകത്തെല്ലാം AI ക്യാമറ കിട്ടി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അപ്പോൾ അന്ന് ഈ 2009 ഇവിടെ ഒരു മേജർ ദുരന്തമുണ്ടായി. അങ്ങനെ കേരളത്തിൽ ഒരുപാട് ദുരന്തമുണ്ട്. തേക്കടി, തട്ടേക്കാട്, കുമരകം, കൊച്ചി, ഈ അടുത്ത് ആലപ്പുഴ, താനൂർ. അപ്പം അതിന് ശേഷമാണ് ഇതെല്ലാം കമ്പൾസറി ആയി കുറേ ക്യാമറയൊക്കെ സെറ്റ് ചെയ്തു. അതുകൊണ്ട് അതിൻ്റെ വിഷ്വലിലാണ് നമ്മളിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ എല്ലാവരും ഒന്ന് സീറ്റിലിരിക്കുക, ബാലൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യണം. എല്ലാവരും മനസ്സിലടി വരുമ്പോഴാണ് ഈ അപകടം എല്ലാം കൂടുതലുണ്ടായത്. ഇതൊന്നും ഇവിടെ ഉണ്ടായത് 2009 ആനയെ കണ്ടുകൊണ്ട് എല്ലാവരും ഒരു സൈഡ് വന്നു മനസ്സിൽ ലേറ്റായി പോയിട്ട് മറിയുകയാണ്. അതിന് ശേഷം ഇതെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ക്ലൈം പോലും ഇതുവരെ കിട്ടിയിട്ടില്ല. 15 വർഷം ₹1 ക്ലൈം കിട്ടിയിട്ടില്ല. 45 പേരാണ് മരിച്ച 45 പേരും ഇന്ത്യക്കാരാണ്. 34 പേര് രക്ഷപ്പെട്ട 34 പേരും വിദേശികളാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. അപ്പം ഇവിടെ ഒരു കോർപ്പറേഷൻ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ സേഫ്റ്റിയാണ് ഫസ്റ്റ്. അപ്പോൾ നമുക്ക് ഈ സമയം നമുക്ക് ഒരു കൊടൂര മഴയായിരുന്നു ഇന്നലെയൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ആനുവൽ ചാരം കുറവുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഇടസമയത്ത് രാവിലെ വൈകിട്ടൊക്കെ നല്ല സൈറ്റാണ്. അല്ലെങ്കിൽ പിന്നെ സമ്മർ വരിക. ജനുവരി ഇന്ന് ആരംഭിക്കുകയിൽ ഒരു മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ മാസം വരെ എന്ന് പറഞ്ഞാൽ ആനുവൽ പ്ലാൻ വരും. കാരണം ഡ്രൈ സീസൺ. കാരണം നമ്മൾ ഉള്ളിൽ നിന്ന് മൃഗങ്ങളെ ഈ വെള്ളത്തിനെ ഡിപ്പെൻഡ് ചെയ്തു. ഇപ്പം വരേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ വെള്ളം വെയിറ്റിംഗ് കടന്നു പോലെ കിടക്കും. ശബരിമല, അമ്മപാലി, റാന്നി, ഊന്നി, പത്തനംതിട്ട ഇതെല്ലാം ഈ പെരിയാർ കടുവ സങ്കേതമാണ്. പിന്നെ ജോയിൻ ചെയ്യുന്ന തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര, മൈസൂർ, ഗോവ, ഗുജറാത്ത് വരെ ഇതിങ്ങനെ കിടക്കും. വെസ്റ്റേൺ ഗാർഡ്സ്, പശ്ചിമ ഘട്ടമാല തുടങ്ങി ഇതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനം ആക്സിഡൻ്റ് ഉണ്ടായ പോലെ കയറ്റി കിടക്കുന്നതാണോ? എൻ്റെ ജോലി നിങ്ങളുടെ സേഫ്റ്റിയാണ്. സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പം നമുക്ക് അതിന് കൂടുതൽ ഈ മലമുകളിലൊക്കെ ഈ എല്ലാ മലകളും കാട്ടുപോത്തിനും ആനയ്ക്കൊക്കെ വേണ്ടി പോഷണ പാത്രത്തിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. സമാനമായി തീർച്ചയായിട്ടും നല്ല ഡിസ്റ്റൻസിലായിരിക്കും കിടക്കുന്നത്. നീന്ത് പഠിച്ചത് ജീവിതമാണ്. ഞാൻ നീന്ത് പഠിച്ചത് 3 വയസ്സിലാണ് ഞാൻ വെള്ളത്തിലിറങ്ങി. ഞാൻ കാഞ്ചിയ അപ്പോൾ ഞാൻ വെള്ളം റിസർവെയർ ഞാൻ ആദ്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യുന്നു. ആദ്യമായിട്ട് റെസ്ക്യൂ ഓപ്പറേഷൻ ചെയ്യുന്നതാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. 3 പിള്ളേരെ 5 വരെ വന്ന് ചാടി. രക്ഷിച്ചുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ 2 വയസ്സിൽ സർവീസിൽ പോയി. റിട്ടയർമെൻ്റ് ആയിട്ട് 10 വർഷം സേഫ്റ്റി വേണ്ടിയാണ്. 2 ദിവസമൊക്കെയാണ് അതിന് പറയുന്നത്. ഏതാ റെജിമെന്റ്? ഞാൻ ആർമി അല്ലായിരുന്നു, NDR. NDR. ഫസ്റ്റ് ജോയിൻ ചെയ്ത് നേവിയിലായിരുന്നു. നമ്മുടെ കൂട്ടുകാരല്ലേ?